പഞ്ചായത്തും മാതൃകയാക്കേണ്ടതാണ് കടകരപ്പള്ളിയുടെ ജൈവ പച്ചക്കറി കൃഷി. തൊഴിലില്ലായ്മയ്ക്ക് പരിഹാരം, ദാരിദ്ര്യ നിർമ്മാർജ്ജനം, ഭക്ഷ്യസുരക്ഷ, ആരോഗ്യകരമായ ഭക്ഷണം. ജൈവ പച്ചക്കറി കൃഷി ഇപ്പറഞ്ഞ എല്ലാ പ്രശ്നങ്ങൾക്കും ഒരു ഉത്തരമാണ്. ഒരുപാട് സ്ത്രീകളെ വീടിന് പുറത്തു കൊണ്ടുവരാനും സ്വയം പര്യാപ്തരാക്കാനും കഴിഞ്ഞെന്ന് തോന്നുന്നു. നമുക്ക് ജൂറിയോട് ചോദിക്കാം കൂടുതൽ. കണ്ണമാഷേ, കടക്കരപ്പള്ളി പഞ്ചായത്ത് കുടുംബശ്രീ സംഘങ്ങളെ ഉപയോഗിച്ച് വളരെ മാതൃകാപരമായിട്ട് നടത്തുന്ന ഒരു പദ്ധതിയായി തോന്നി ഈ പച്ചക്കറി ഉൽപ്പാദനം. ഈ 300 ഏക്കറും സ്വകാര്യ ഭൂമിയാണോ അതോ പൊതു ആയിട്ടുള്ളതാണോ? സ്വകാര്യ ഭൂമിയുണ്ട്, പൊതുവായിട്ടുള്ള സ്ഥലങ്ങളുമുണ്ട്. ഓരോ വ്യക്തികളോട് നമ്മൾ അവരുടെ അനുവാദത്തോടു കൂടിയാണ് നമ്മളെല്ലാവർക്കും സ്ഥലം. അവർക്ക് എന്ത് കൊടുക്കണം അതിന്? എന്താണ് സാർ? അവർക്ക് ഈ പച്ചക്കറി നമ്മൾ കൃഷി ചെയ്യാനുള്ള അവകാശം തരുന്നതിന് വല്ലതും കൊടുക്കണോ? വേണ്ട, ഒന്നും കൊടുക്കില്ല. അവരുടെ സ്ഥലങ്ങൾ കാട് പിടിച്ച് കിടന്ന സ്ഥലങ്ങളല്ലേ. അത്രയും സ്ഥലങ്ങൾ നമ്മൾ തൊഴിലുറപ്പിലൂടെ വെട്ടിത്തെളിച്ച് കൃഷി ചെയ്യുകയാണ്. അത്രയും നല്ല മനസ്ഥിതി അവർ കാണിക്കുന്നു. ഒരു പൈസ പോലും തിരികെ വാങ്ങാതെ സ്ഥലം വിട്ടു തന്നിരിക്കുകയാണ്. പഞ്ചായത്തിന് വിട്ടു തന്നിരിക്കുകയാണ്. പഞ്ചായത്തിന് നമ്മൾ മെമ്പർമാരും കുടുംബശ്രീ ആൾക്കാരും കുടുംബശ്രീക്കാർക്ക് വേണ്ടിയിട്ട്. അത് കൊള്ളാം. അവർക്ക് നിങ്ങൾ വല്ല പച്ചക്കറി കൊടുക്കുമോ? അത് കൊടുക്കും അല്ലേ? അവർ ചെയ്യുന്നതിന്റെ വരുമാനം അനുസരിച്ച് അവർക്ക് കറി വയ്ക്കാൻ എന്തെങ്കിലും സാധനങ്ങൾ കൊടുക്കും. അത് ശരി. അതുകൊള്ളാം. 600 പേർക്ക് തൊഴിലുണ്ട്. എന്തെങ്കിലും കണക്കുണ്ടോ അവർക്ക്? ശരാശരി ഒരാൾക്ക് എന്ത് കിട്ടും ഈ 4 മാസം ജോലി ചെയ്ത്? ഇങ്ങനെ അവർക്ക് പച്ചക്കറിയിൽ നിന്ന് നല്ല വരുമാനമാണ് കിട്ടുന്നതെന്ന് അവർ പറയുന്നത്. നല്ല വരുമാനം എന്ന് പറഞ്ഞാൽ അതിൽ വല്ല കണക്കുണ്ടോ? 30,000 രൂപ തൊട്ട് 50,000 രൂപ വരെ ലാഭം കിട്ടാറുണ്ടെന്ന് പറയുന്നത്. ലാഭം എന്ന് പറഞ്ഞാൽ അവരിത് ചെലവ് കഴിഞ്ഞിട്ട് ബാക്കി കിട്ടും. ചെലവ് കഴിഞ്ഞ് ബാക്കി കിട്ടും. അത് മുഴുവൻ ഈ 50,000 ഒരു ഗ്രൂപ്പിൽ എന്ന് പറഞ്ഞാൽ 4 പേർക്കായിട്ട്. 4 അല്ല സാറേ, അത് ചിലപ്പോൾ 4 ആകാം, ചിലപ്പോൾ അത് 10ഉം 20ഉം ആകാം. ഒരു ഗ്രൂപ്പിൽ 4 ആളാന്നല്ലേ പറഞ്ഞേ? അല്ല, 4 ആൾ തൊട്ടത് വേരി ചെയ്യാം ഗ്രൂപ്പുകൾ. അത് ശരി. മാത്രമല്ല ഇതിപ്പോ ഇത് ക്രോപ്പ് ഏക്കർ കണക്കിന് പറയുകയാണെങ്കിൽ എത്ര ലാഭം കിട്ടും സാർ? അത് ഇപ്പൊ ഓരോ ക്രോപ്പിലാണ്. ഇപ്പൊ മുള്ളംവള്ളിയുണ്ട്. മുള്ളംവള്ളി ചെയ്ത് കഴിഞ്ഞാൽ 1 ഏക്കർ ചെയ്താൽ ഒരു 4 മാസത്തിനുള്ളിൽ ഒരു 45,000-50,000 രൂപ മിച്ചം കിട്ടും. പക്ഷെ പയറാണെങ്കിൽ എന്ന് പറഞ്ഞാൽ നമ്മള് കേരളത്തിൽ എന്തിനാണ് ഈ നെല്ലും അതും തെങ്ങും ഒക്കെ വളർത്തുന്നത്? പച്ചക്കറി അങ്ങ് കൃഷി ചെയ്താൽ പോരെ? അല്ല സാറേ, നെല്ല് അതിനേക്കാൾ ലാഭമാണ്. 1 ഏക്കറിൽ നിന്ന് 45,000 ഉറുപ്പിയിലധികം ലാഭം നെല്ല് കിട്ടുന്ന സ്ഥലം കേരളത്തിലുണ്ടോ? അല്ല, നെല്ല് കുട്ടനാട്ടിൽ കിട്ടുന്നുണ്ട്. കുട്ടനാട്ടിൽ അത്രയൊന്നും ലാഭം കിട്ടില്ല. അല്ല, ലാഭം അവർ കിട്ടുന്നുണ്ട്, പക്ഷെ അവർ പുറത്ത് പറയുന്നില്ല. ഇല്ല. അതെ, നിങ്ങളൊരു കൃഷി ഓഫീസറാണ്. അല്ല, 10 ടൺ. ഇപ്പൊ ഉമ്മ ചെയ്ത 1 ഏക്കറിന് എത്ര ടൺ നെല്ല് കിട്ടും അവിടെ? ഉമ്മ ചെയ്ത് കഴിഞ്ഞാൽ നന്നായിട്ട് ചെയ്യണമെങ്കിൽ നമ്മൾ നന്നായിട്ട് ചെയ്യുന്നതല്ല ഞാൻ പറഞ്ഞത്. ആവറേജ് കുട്ടനാട്ടിൽ കിട്ടുന്നത് 1 ഹെക്ടറിന് 4.5 മുതൽ 5 ടൺ വരെയാണ്. 7 ടൺ വരെ. 7 ടൺ വരെ എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് മാക്സിമം. നിങ്ങൾ കൃഷി ഓഫീസർ അല്ലേ? സ്റ്റാറ്റിസ്റ്റിക്സ് അറിയില്ലേ? മാക്സിമം എന്ന് പറയുന്നത് മീൻ എന്ന് പറയുന്നത് 2 5 to 7. 5 to 7 അല്ല, അത് ആവറേജ് ആണ്. എല്ലാവർക്കും കിട്ടുന്നതിൻ്റെ ഒരു അതെടുത്ത് എത്ര നിലമുണ്ട് അതുകൊണ്ട് ഹരിക്കാൽ കിട്ടുന്നതാണ് ആവറേജ്, ശരാശരി എന്ന് പറയുന്നത്. 45,000 രൂപ പച്ചക്കറിയിൽ നിന്ന് 1 ഏക്കറിൽ ഉൽപ്പാദിപ്പിക്കാമെങ്കിൽ എന്തുകൊണ്ട് നമ്മുടെ കർഷകർ മറ്റ് വിളകൾ ചെയ്യുന്നു? മറ്റുള്ള ഇപ്പൊ എനിക്ക് നമ്മുടെ പഞ്ചായത്തിന്റെ കൃത്യമായിട്ട് കൃഷിക്കാരനെ ബേസ് ചെയ്ത് എനിക്കറിയാം സാർ. കാരണം മുള്ളം വെള്ളരി ചെയ്തിട്ട് 45,000 രൂപ കിട്ടിയെന്ന് പുള്ളി ഇങ്ങോട്ട് പറഞ്ഞിട്ടുണ്ട്. ഈ ചോദ്യാവലിയിൽ പറഞ്ഞിട്ടുള്ളത് SC വിഭാഗക്കാർക്ക് തൊഴിൽ പരിശീലനം നൽകുന്നുണ്ട് എന്ന് പറയുന്നുണ്ട്. അത് എന്താണ്? തൊഴിൽ പരിശീലന കേന്ദ്രം പഞ്ചായത്ത് അവർക്ക് നടപ്പിലാക്കി പണിത് കൊടുത്തു കഴിഞ്ഞു. ടൈലറിംഗ് യൂണിറ്റുകൾ അവിടെ പരിശീലനത്തിന് വേണ്ടി കെട്ടിടം നമ്മൾ തനിയെ സ്വന്തമായിട്ട് പണിത് കൊടുത്തതാണ്. അവിടെ പരിശീലനം നടക്കുന്നുണ്ട്. എത്ര പേർക്ക്? ഓരോ ഗ്രൂപ്പുകളായിട്ടാണ് അവർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. 10 പേരുടെ ഒരു ഗ്രൂപ്പ്. 10 വരുന്ന ഒരു ഗ്രൂപ്പ്. അങ്ങനെ എത്ര ഗ്രൂപ്പ് ഉണ്ട്? അങ്ങനെ ഇപ്പൊ 2 ഗ്രൂപ്പുകളെ പ്രവർത്തിക്കുന്നുള്ളൂ. 2 ഗ്രൂപ്പുകളെ പ്രവർത്തിക്കുന്നുള്ളൂ. അപ്പൊ 20 പേർ. ഇപ്പൊ കെട്ടിടത്തിന്റെ പണി പൂർത്തിയായി പ്രവർത്തനം നടന്നു വരുന്നതേ ഉള്ളൂ. ഇപ്പൊ ഇത്തവണത്തെ നമ്മളുടെ ഫണ്ടിൽ നിന്ന് അവർക്ക് വീണ്ടും ഫണ്ട് വെച്ചിട്ടുണ്ട്. പിന്നെ ഈ കുടുംബശ്രീ വനിതാ ക്യാൻറ്റീൻ എത്ര എണ്ണം ഉണ്ട്? ഒരു ക്യാൻറ്റീൻ മാത്രം. ഒരു ക്യാൻറ്റീൻ. അത് ശരി. പിന്നെ വനിതകൾക്ക് കയർ റാട്ടും മോട്ടറും അതെത്ര കൊടുത്തിട്ടുണ്ട്? പഞ്ചായത്തിന്റെ ചെലവിലാണോ? പഞ്ചായത്തിന്റെ ചെലവ്. നമ്മൾ കയർ മേഖലയെ പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടി എല്ലാ വർഷവും നമ്മൾ 1200. കണ്ടതിൽ പലതും കൈകൊണ്ട് തിരിക്കുന്ന റാട്ടാണ്. മോട്ടോർ റാട്ട് ഉണ്ട്. എത്ര മോട്ടോർ റാട്ടുണ്ട്? ഈ വർഷം നമ്മൾ 132 കയർ മോട്ടോർ റാട്ട് കൊടുത്തു കഴിഞ്ഞു. 132 മോട്ടോർ റാട്ടിന്. അത് ജനറൽ വിഭാഗത്തിന് മാത്രം. SC വിഭാഗത്തിന് 66 കയർ റാട്ട് മോട്ടോർ കൊടുത്തു. ഒരു മോട്ടോർ റാട്ടിന് എന്താ വില? നമ്മൾ അവരോട് 1000 രൂപയാണ് വാങ്ങിക്കുന്നത്. 3000 സംതിങ് രൂപയുണ്ട്. 3100 രൂപയാണ് എൻ്റെ വില.
പഞ്ചായത്തിന് തനത് വരുമാനം ഒന്നുമില്ല അല്ലേ? ഇല്ല, ചെറിയ ഒട്ടുമില്ല, ഒരു പൈസ പോലും ഇല്ല. സാർ, പഞ്ചായത്തിന്റെ തനത് വരുമാനം കഴിഞ്ഞ 3 വർഷങ്ങളിലെ 100% നികുതി പിരിവ് നടത്തിയ പഞ്ചായത്താണ്. ഏകദേശം 10 ലക്ഷത്തിന് മേൽ രൂപ പഞ്ചായത്തിന് തനത് വരുമാനമുണ്ട്, 10-നും 15-നും ഇടയ്ക്ക്. പക്ഷേ ഈ 2 കോളത്തിൽ നികുതി പിരിവ് എത്ര ഒന്നും എഴുതിയിട്ടില്ല, തനത് ഫണ്ട് എത്ര ഒന്നും എഴുതിയിട്ടില്ല. പച്ചക്കറി കൃഷി പ്രചരിപ്പിക്കുന്നതിന് ചെയ്യുന്ന പ്രവർത്തനം വളരെ ശ്ലാഘനീയമാണ്. ഈ കയർ റാട്ട് കൊടുക്കുന്നത് ഞാൻ പറഞ്ഞ് കേട്ടിട്ടുള്ളത്, പല പ്രദേശങ്ങളിലും ഈ കൊടുത്ത മോട്ടറൈസ്ഡ് റാട്ട് ഉപയോഗിക്കാതെ കിടക്കുകയാണ്. അത് ഇനിയും അതിൽ മെച്ചപ്പെടുത്തൽ ആവശ്യമാണ് എന്നൊരു അഭിപ്രായം കേട്ടിട്ടുണ്ട്. നിങ്ങളുടെ അനുഭവം എങ്ങനെയാണ്? ഇല്ല സാറേ, അങ്ങനെ അവിടെ ഇല്ല. എത്ര റാട്ട് കൊടുത്തു എന്നാ പറഞ്ഞാൽ? 132 റാട്. ഈ വർഷം. കഴിഞ്ഞ വർഷം 140. ആ 140 റാട്ടും ഇപ്പോൾ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ഇതിന്റെ ഫലമായിട്ട് ഈ മോട്ടോർ കൊടുത്തതിന് ശേഷം ഈ കയർ തൊഴിലാളികളുടെ വരുമാനം എത്രമാത്രം വർദ്ധിച്ചിട്ടുണ്ട്? നേരത്തെ എന്ന് പറയുമ്പോഴത്തേക്കും അവർ ഓരോ വീടുകളിൽ വ്യക്തികളുടെ വീട്ടിലൊക്കെ പോയി പിരിക്കുകയായിരുന്നു. അപ്പോൾ പിരിക്കുമ്പോഴത്തേക്കും അവർക്ക് കിട്ടുന്ന കൂലി എന്ന് പറയുമ്പോഴത്തേക്കും കൂലിയായിട്ട് കിട്ടുന്നതാണ്. നേരെ മറിച്ച് ഇപ്പോൾ നമ്മൾ സ്വന്തമായിട്ട് കൊടുത്തപ്പോൾ ഇതിന്റെ മൊത്തം വരുമാനം അവർക്ക് തന്നെ കിട്ടിയത്. അല്ല, രണ്ടായാലും അവര് കയറുണ്ടാക്കി വിറ്റ് കിട്ടുന്ന പണമാണല്ലോ അവരുടെ വരുമാനം. നേരത്തെ എത്രയായിരുന്നു, ഇപ്പോഴെത്രയാണ്? നേരത്തെ കിട്ടുന്ന തന്നെ 40% വർദ്ധനോട്ട് ഇപ്പോൾ ശതമാനക്കണക്കിലാണ്. അപ്പോൾ നേരത്തെ എത്രയായിരുന്നു? നേരത്തെ എന്ന് പറയുമ്പോഴത്തേക്കും അവർക്ക് പിന്നെ ഈ 100 രൂപ 120 രൂപ 100 രൂപ കയറി പിരിച്ച് കിട്ടിയ അയാളുടെ ഒരു ദിവസം 100-120 രൂപ അവർക്ക് കിട്ടുമായിരുന്നു. അതിൽ തന്ന് ഈ ചെയ്യുന്ന ഉത്പാദകന്റെ ലാഭം പോയിട്ട് ബാക്കി അവർക്ക് കിട്ടത്തുള്ളായിരുന്നു. നേരത്തെ അവർക്ക് ഒരു ദിവസം 80 രൂപ കിട്ടുമായിരുന്നു. 80 രൂപ കിട്ടുമായിരുന്നു. ഇപ്പൊ എത്ര കിട്ടും? ഇപ്പൊ അവർക്ക് കിട്ടുന്നത് ഫുൾ എമൗണ്ട് അവർക്ക് കിട്ടും. 120 രൂപ അവർക്ക് കിട്ടും. ഇപ്പൊ 120 രൂപ അവർക്ക് കിട്ടും. ഈ തൊഴിലാളികൾക്ക് കിട്ടും. തൊഴിലാളിക്ക് തന്നെ കിട്ടും. അങ്ങനെ മാസത്തിലെ ഒരു 20-25 ദിവസം പണിയെടുക്കാൻ പറ്റുന്നുണ്ടോ അവർക്ക്? 25 ദിവസം നടക്കത്തില്ല, എങ്കിലും ശരാശരി ഒരു 20 ദിവസം നടക്കും. 20 ദിവസമൊക്കെ പണിയെടുക്കാം. അപ്പോൾ അവരൊക്കെ ഈ ദാരിദ്ര്യരേഖയ്ക്ക് മുകളിലായോ ഇപ്പോഴ്? ദാരിദ്ര്യരേഖയ്ക്ക് മുകളിലായെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ സർക്കാരിന്റെ കണക്ക് വെച്ചാവും. പക്ഷേ നമ്മുടെ ഇപ്പോഴത്തെ ജീവിത നിലവാരം വെച്ച് നോക്കുമ്പോഴത്തേക്കും ആകത്തില്ല സാറേ. നമുക്കറിയാലോ, നിത്യേനയുള്ള ചിലവുകളൊക്കെ വെച്ച് നോക്കുമ്പോൾ ഈ കിട്ടുന്ന പൈസ അന്നൊന്നും ചിലവായി പോകും. അവരുടെ കയ്യിലൊന്നും ബാലൻസ് വരുന്നില്ല. അപ്പോൾ ഈ പച്ചക്കറി കൃഷിയിലൂടെ അവർ ദാരിദ്ര്യരേഖയ്ക്ക് മുകളിൽ കയറുമോ? പച്ചക്കറി കൃഷിയിലൂടെ എന്ന് പറയുമ്പോൾ തൊഴിലുറപ്പുമായിട്ട് ലിങ്ക് ചെയ്തിരിക്കുന്നതുകൊണ്ട് ആ ഒരു വേദന അവർക്ക് കിട്ടുമല്ലോ. അതിലുപരി എന്ന് പറയുമ്പോൾ ഇവരുടെ വീട്ടിലേക്ക് നമ്മുടെ ലക്ഷ്യം കഴിയുന്നത്ര ആളുകളെ ദാരിദ്ര്യരേഖയ്ക്ക് മുകളിൽ കയറ്റണം എന്നാണോ, അവർ കയറാതെ നോക്കണം എന്നാണോ? ഈ BPL ഉണ്ടാകാൻ പാടുള്ളതാണ്. BPL ഉണ്ടാകാൻ പാടുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. അങ്ങനെയാണ് ലക്ഷ്യം. അങ്ങനെ തന്നെ അവിടെ ഈ കയർ മേഖലയിൽ ഈ സ്ത്രീകളുടെ ആരോഗ്യ പ്രശ്നങ്ങൾ ധാരാളം കാണാറുണ്ട്. അതിനെപ്പറ്റി എന്തെങ്കിലും പറയാനുണ്ടോ? എന്തെങ്കിലും പഠനം നടത്തിയിട്ടുണ്ടോ, അല്ലെങ്കിൽ എന്തെങ്കിലും ശ്രദ്ധയപ്പെട്ടിട്ടുണ്ടോ എന്നുള്ള? നിങ്ങൾ സ്ത്രീ പദവി പഠനം നടത്തിയിട്ടുണ്ടോ? സ്ത്രീ പദവി പഠനം നടത്തി. ഈ കയർ മേഖലയിൽ പണി ചെയ്തിട്ട് അങ്ങനെ അസുഖങ്ങളുണ്ടെന്ന് ഇതുവരെ നമ്മളെ ബോധ്യപ്പെടുത്തിയിട്ടില്ലാരും. ആരോഗ്യ പ്രശ്നത്തിന്റെ കാര്യത്തിൽ നമ്മൾ മെഡിക്കൽ ക്യാമ്പുകൾ സംഘടിപ്പിക്കാറുണ്ട്. അല്ലാതെ റെസ്പിറേറ്ററി അസുഖങ്ങൾ, ഈ ഭാരം വിരിച്ചിട്ട് അങ്ങനെ പറഞ്ഞിട്ടില്ലായിരുന്നു നമ്മളോട്. ക്യാൻസർ ഡിറ്റക്ഷൻ ക്യാമ്പുകൾ നടത്തി. അത് ഞങ്ങൾക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു ക്യാമ്പായിരുന്നു. തൊണ്ടുതല്ലലുണ്ടോ? ഇല്ല, കൈക്ക് തല്ലലില്ല. അല്ലാതെ ഇതിന്റെ പൊടി തന്നെ, ഇത് ഇങ്ങനെ കറക്കുമ്പോൾ തന്നെ ഇതിന്റെ പൊടി വരുന്നത് തന്നെ റെസ്പിറേറ്ററി ഒത്തിരി അസുഖങ്ങൾ ഉണ്ടാവാറുണ്ടെന്നാ വായിച്ചിട്ടുള്ളത്. അത് അലർജി ഉള്ള ആൾക്കാർക്ക് ശ്വാസം മുട്ടലുണ്ടാകാറുണ്ട്. അവർക്ക് എന്തെങ്കിലും ഒരു മാസ്കോ ഒന്നും തന്നെ? അത് മാത്രമല്ല, ഈ വയറിലിങ്ങനെ വെച്ച് കെട്ടിക്കൊണ്ട് പോകുമ്പോൾ ഗർഭാശയ സംബന്ധമായ അസുഖങ്ങൾ ഉണ്ടാകുന്നതായിട്ടൊക്കെയുള്ള ചില പഠനങ്ങൾ പറയുന്നത് ഇതൊക്കെയാ. അല്ല മാഡം, പരമ്പരാഗത തൊഴിലാണ് കയർ മേഖല. പക്ഷെ ഇന്ന് വരെ ആ കയർ മേഖലയിൽ പണി ചെയ്ത ഒരാൾക്ക് അതുകൊണ്ട് അസുഖം വന്നതെന്ന് ആരും പറഞ്ഞിട്ടില്ല നമ്മളോട്. ചിലപ്പോൾ ഉണ്ടായിരിക്കാം, പക്ഷെ അത് ചെയ്തിട്ടാണെന്ന് ഇന്ന് വരെ നമ്മൾക്ക് ബോധ്യപ്പെട്ടിട്ടില്ല. ആ മേഖലയിലുള്ള സ്ത്രീകൾക്ക് എന്തെങ്കിലും പ്രത്യേക അസുഖങ്ങൾ കാണുന്നുണ്ടോ? ഏതെങ്കിലും രീതിയിലുള്ള അസുഖങ്ങൾ പറഞ്ഞിട്ടില്ലെങ്കിലും അത് എവിടെയെങ്കിലും ശ്രദ്ധയിൽ വന്നിട്ടുണ്ടോ? ചൈറ്റ് പിരിക്കുന്നതിനെ പറ്റി ആരും നമ്മളുടെ ശ്രദ്ധയിൽ വന്നിട്ടില്ല. പിന്നെ എനിക്ക് ചോദിക്കാനുള്ള, അവിടെ എത്ര കുടുംബങ്ങളാണ് ഉള്ളത്? മൊത്തം പഞ്ചായത്തിൽ 5600 സംതിങ് ഉണ്ട്. അന്നേരം BPL ഫാമിലീസ് ആണ് അവിടെ ഏറ്റവും കൂടുതലുള്ളത്. കാരണം 4000 അടുപ്പിച്ച് കുടുംബശ്രീ അംഗങ്ങളാണ്. കുടുംബശ്രീ അംഗങ്ങൾ ഞാനെല്ലാം ധരിച്ചിരിക്കുന്ന കൂടുതലും BPL എന്നുള്ള കുടുംബത്തിൽ 80% BPL കുടുംബങ്ങളായിട്ടാണ് ഇവിടെ കണക്ക് കാണിച്ചേക്കുന്നത്. അതായത് 80% കയർ മേഖല, മത്സ്യമേഖലയിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ് കടക്കരപ്പള്ളി പഞ്ചായത്തിലുള്ളത്. അപ്പോൾ അവരുടെ പരമ്പരാഗത തൊഴിലാളികൾ, പിന്നീട് മറ്റ് ക്ലേശ ഘടകങ്ങൾ, കേന്ദ്ര ഗവൺമെൻറ് പറഞ്ഞിട്ടുള്ള ആ ക്ലേശ ഘടകങ്ങളെല്ലാം വെച്ച് നോക്കുമ്പോഴത്തേക്കാണ് ഈ രീതിയിൽ വരുന്നത്. വരുമാനം മാത്രമല്ല നോക്കുന്നത്. ഒരു ചെറിയ ചോദ്യം കൊണ്ട്, തീരപ്രദേശത്ത് കുട്ടികളുടെ
വിദ്യാഭ്യാസത്തെ പറ്റി അവിടെ ഡ്രോപ്പ് ഔട്ട്സ് ഉണ്ടാവാറുണ്ടോ? അവർക്ക് എന്തെങ്കിലും ചെയ്യാറുണ്ടോ എന്നുള്ള, കൊഴിഞ്ഞുപോക്ക് ഉണ്ടാവാറുണ്ടോ, അവർക്ക് എന്തെങ്കിലും ചെയ്യാറുണ്ടോ എന്നുള്ള. ഈ 10 വർഷത്തിനുള്ളിൽ ഇങ്ങനെ സ്കൂളുകളിൽ നിന്ന് നമുക്ക് റിപ്പോർട്ട് ചെയ്തിട്ടില്ല. അതായത് സ്പെഷ്യൽ, ഇപ്പം ഉദാഹരണത്തിന് ഈ പട്ടികജാതി വിഭാഗക്കാരുടെ കുട്ടികൾക്ക് സ്പെഷ്യൽ കോച്ചിങ്ങിന് വേണ്ടിയിട്ട്, അതായത് ഈവനിങ്ങിന് ശേഷം, അവരുടെ സ്കൂൾ ടൈമിന് ശേഷം അവർക്ക് സ്പെഷ്യൽ കോച്ചിങ് കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് അവർക്ക് റിഫ്രഷ്മെൻറ്റിന് ഫണ്ട് വെച്ച് അങ്ങനെ നമ്മൾ ഈ 1-2 വർഷങ്ങളിൽ, ഈ കഴിഞ്ഞ 2 വർഷങ്ങളായിട്ട് ചെയ്യുന്നുണ്ട്. ജൈവ കൃഷി വളരെ പ്രോത്സാഹിപ്പിക്കുന്നെങ്കിലും രജിസ്റ്റേർഡ് ജൈവ കർഷകരെ ഒന്നും കാണുന്നില്ല. പിന്നെ വളരെ നല്ല പരസ്പര സഹകരണമുള്ള രീതിയിൽ ഈ കുളങ്ങൾ ഒരുപാടുണ്ടല്ലോ ചേർത്തല ഭാഗത്ത്, അത് വൃത്തിയാക്കിയത്. ഇപ്പോൾ മാഷ് പറഞ്ഞ പോലെ മത്സ്യകൃഷി വളരെ സുഖമായിട്ട് ചെയ്യുക. അപ്പോൾ മത്സ്യവിത്തുകൾ വാങ്ങിച്ചു മറ്റിടത്ത് ചെയ്തോട്ടെ, നിങ്ങൾ സപ്പോർട്ട് ചെയ്തു. പക്ഷേ അവിടെ മത്സ്യവിത്ത് ഉൽപ്പാദിപ്പിക്കുകയാണെങ്കിൽ ഈ കുളങ്ങളിൽ വളർത്തുകയാണെങ്കിൽ കൊതുകിനെയും കൂടെ തടയാം. മന്ദരോഗത്തിൻ്റെയൊക്കെ ഒരുപാട് സാധ്യതയുള്ള സ്ഥലമായതുകൊണ്ട് പറയുകയാണ്. അപ്പോൾ അതൊന്ന് പരിഗണിക്കാം. പിന്നെ ഈ കോഴി വളം എന്നൊക്കെ പറഞ്ഞല്ലോ, ജൈവ വളം കിട്ടണമല്ലോ. അപ്പോൾ പശു, ആട്, കോഴി, താറാവ് ഇതൊക്കെ എങ്ങനെയാണ് സാധ്യത അവിടെ, എങ്ങനെയാണ് പരിശോധിച്ചിട്ടുണ്ടോ? പഞ്ചായത്തിന്റെ പദ്ധതി നമ്മൾ ആട് കൊടുത്തിരുന്നു. അത് നമ്മളിപ്പോൾ ഒരു 1250 ആട് ഇപ്പോൾ ഓൾറെഡി നമ്മുടെ പഞ്ചായത്തിലുണ്ട്. പിന്നെ നമ്മൾ പശുവിൻ്റെ ഒരു 4 വർഷം മുന്നേയുള്ള കണക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 620-22 ആയിരുന്നു. ഇപ്പോഴെന്ന് പറഞ്ഞാൽ അത് നമ്മളൊരു 250ഓളം നമ്മൾ പിന്നെ പഞ്ചായത്തും അതുപോലെ തന്നെ നമ്മുടെ ക്ഷീരവികസന വകുപ്പായിട്ട് ജോയിൻ ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ട്, അങ്ങനെ ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമുക്ക് കോഴിവളം വലിയ വ്യാപകമായിട്ടില്ല നമ്മുടെ അവിടെ. പക്ഷെ നമ്മൾ കോഴിവളം വരുത്തണമെന്ന് പറഞ്ഞാൽ നമ്മുടെ അപ്പുറത്തെ പഞ്ചായത്ത് പള്ളിപ്പുറം എന്ന് പറഞ്ഞ പഞ്ചായത്തുണ്ട്. ഈ പള്ളിപ്പുറം പഞ്ചായത്തിൽ നിന്ന് നമ്മൾ വാങ്ങിക്കണം. അവിടെ ഈ ബ്രോയിലർ കോഴീനെ വളർത്തുന്നത്, അവിടെ നിന്ന് നമ്മൾ വാങ്ങിക്കുകയാണ് ചെയ്യുന്നുണ്ട്. പിന്നെ വേറൊരു ചോദ്യം, ഈ കയറ് ഒരുപാടുണ്ടല്ലോ, ഈ കയറ് പിന്നെ റെറ്റിംഗ് ഉണ്ട്, അതായത് വെള്ളത്തിൽ താത്തിട്ട് തൊണ്ട് ചീയിക്കുന്ന പണിയുണ്ടോ പഞ്ചായത്തിൽ? അതേ വെളിയിൽ നിന്ന് കൊണ്ടുവരാണോ? ഇപ്പം തൊണ്ട് ചീയിക്കുന്ന പണിയല്ല, ചൈര് പുറത്തുനിന്ന് കൊണ്ടുവന്ന് വെള്ളത്തിൽ തലി. അതുപോലെ ഡൈ ഉപയോഗിക്കുമ്പോഴേ കയറ് പിരിക്കുന്നതേ ഉള്ളോ, അതോ തടുക്കൊക്കെ ഉണ്ടാക്കാൻ ഡൈ ഉപയോഗിച്ചുള്ള ഡൈയിങ് പോലുള്ള കാര്യങ്ങളുണ്ടോ പഞ്ചായത്തിൽ? കൂടുതലും നമ്മൾ കയറ് പിരിച്ചിട്ട് അത് നെയ്ത്ത് മേഖലയാണ് അവിടെ. ആ നെയ്യുന്ന ആൾക്കാർക്ക് കയർ പിരിച്ച് അങ്ങോട്ട് കൊടുക്കുകയാണ്. ഡൈ ചെയ്യുന്നുണ്ടോ? ഇല്ല. അതുപോലെ ഉപ്പ് വെള്ളത്തിന്റെ ഒരു വെള്ളം കയറിയിട്ടുള്ള മേഖലയാണോ കുടിവെള്ളം? ഒരു വെള്ളമുള്ള പ്രദേശമാണ്. അപ്പൊ പൈപ്പ് വാട്ടർ സപ്ലൈ ആണോ നിങ്ങൾ ഡിപ്പെൻഡ് ചെയ്യുന്നത്? അല്ല, നിങ്ങൾ ആശ്രയിക്കുന്നത് കുടിവെള്ളം, പൈപ്പ് കുടിവെള്ളം? നമ്മൾ കുടിവെള്ളത്തിന് ക്ഷാമമുള്ള പ്രദേശങ്ങളിൽ നമ്മൾ വണ്ടി വെള്ളം എത്തിക്കുകയാണ്. ഇപ്പോൾ നിങ്ങൾ ജൈവവളം മാത്രമാണ് ഇവിടെ ഉപയോഗിച്ച് കൃഷി ചെയ്യുന്നത്. അപ്പോൾ ഈ ജൈവവളം ഉപയോഗിക്കുന്നത് കൊണ്ട് മാത്രം നമ്മുടെ ഈ രാസവളം അല്ലെങ്കിൽ ഈ കീടനാശിനികളെ അകറ്റി നിർത്തുന്നതിന് വേണ്ടി അകറ്റി നിർത്താൻ പറ്റുന്നുണ്ടോ? അത് ജൈവവളം മാത്രമാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. നമ്മളതിനെ ജൈവ കീടനാശിനികൾ ഉപയോഗിക്കും. പക്ഷെ അത് ജൈവ കീടനാശിനി ഉപയോഗിക്കുന്നത് എങ്ങനെയാണ്? നമ്മൾ കീടം വന്നിട്ടില്ല, പ്രിവെൻഷൻ എന്നുള്ള ലെവലിൽ ഉപയോഗിക്കുമ്പോൾ കീടം വരാതിരിക്കും. അങ്ങനെ വളരെ ആരോഗ്യത്തിന് വളരെ നല്ല വ്യാപകമായിട്ട് അങ്ങനെ ചെയ്യുന്നു. നമ്മൾ മാർക്ക് ചോദിക്കാം അല്ലേ കണ്ണമാഷേ? മാർക്കിൻ്റെ കാര്യത്തിൽ എനിക്ക് ചോദ്യാവലിയുടെ ഇത് കണ്ടപ്പോൾ ആദ്യം കുറച്ച് വിഷമം തോന്നി. പക്ഷേ പ്രസിഡൻറ്റിൻ്റെ തയ്യാറെടുപ്പും അതിൻ്റെ പ്രതിരോധവും കണ്ടപ്പോൾ അത് തിരിച്ചു വെച്ചു. അപ്പോൾ അര മാർക്ക് പ്രസിഡന്റിന് വേണ്ടി പ്രത്യേകം തന്നിട്ടുണ്ട്. 15-ൽ 11. 15-ൽ 11. 10-7. 10-7 തന്നിട്ടുണ്ട്. ഈ പഞ്ചായത്തിന് കിട്ടിയിരിക്കുന്ന മാർക്ക് 60-ൽ 43. പഞ്ചായത്തിന് നിങ്ങൾക്കും സപ്പോർട്ട് ചെയ്യാൻ SMS അയക്കുക. SMS അയക്കേണ്ട ഫോമാറ്റ് GKE സ്പേസ് KD KP സ്പേസ് 10-ൽ നിങ്ങൾ നൽകുന്ന മാർക്ക്. SMS അയക്കേണ്ട നമ്പർ 537-252. പൂവ് പോയി പൂക്കാലം പോയി, പക്കി പോയി പറവ പോയി, ബാക്കി വല്ലതുമുണ്ടോ? NV കൃഷ്ണവാര്യരുടെ ബാക്കി വല്ലതുമുണ്ടോ എന്ന കവിതയിലേതാണ് ഈ വരികൾ. അനുദിനം നഗരവൽക്കരിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഗ്രാമമധ്യത്തിൽ നിന്നാണ് അദ്ദേഹം ഈ ചോദ്യം ചോദിക്കുന്നത്. ഒരുപാട് ചോദ്യങ്ങളും ഉത്തരങ്ങളുമായി മറ്റൊരു അധ്യായത്തിനു കൂടി തിരശ്ശീല വീഴുന്നു. നമസ്കാരം. ഇതു ഭൂമിയൊരേയൊരു ജീവകലാവേദി, ജലവായുവിധാനമിണങ്ങിയ മലർവാടി. ശുചിത്വ കേരളം, സുന്ദര കേരളം, ഗ്രീൻ കേരള എക്സ്പ്രസ് നിങ്ങൾക്കായി അവതരിപ്പിച്ചത് ശുചിത്വ മിഷൻ. എന്റെ കേരളം മാലിന്യമുക്തം.